إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തോടും നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം കേട്ട് പഠിച്ച് മനസ്സിലാക്കി ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ തൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ തൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഖലീലായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രങ്ങളാണ്, ജീവിതമാണ് ഏതാനും ആഴ്ചകളായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും പരിശോധിച്ചാൽ വ്യത്യസ്ത രൂപത്തിലുള്ള കഠിനമായ പരീക്ഷണങ്ങൾക്ക് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും വിധേയമായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് കൊല്ലക്കാലം മക്കളില്ലാതെ പ്രാർത്ഥിച്ച് അവസാനം 19 വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ കൊടുത്തിട്ട് ആ കുട്ടിയെ ആരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ കുട്ടിയുടെ മാതാവാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ആരായിരുന്നു ഹാജറ റളിയല്ലാഹു അൻഹ? വകാനത്ത് ഉമ്മു ഇസ്മാഈൽ ജാരിയ, ഒരു അടിമപ്പെണ്ണായിരുന്നു. അടിമപ്പെണ്ണായ ഹാജറ റളിയല്ലാഹു അൻഹ വഹബഹാ ലഹു മാലിക് മിസ്ർ, മിസ്റിൻ്റെ രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഹദിയയായിട്ട് സമ്മാനമായിട്ട് കൊടുത്ത ഒരു അടിമപ്പെണ്ണാണ് ഹാജറ റളിയല്ലാഹു അൻഹ. വസ്തൗലദഹ അലൈഹി അസ്സലാത്തു വസ്സലാം ഫജാഅത് ബി ഇസ്മാഈൽ. സാറ ബീവിക്ക് ശേഷം ഹാജറ ബീവി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം കഴിക്കുകയും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ കൊടുക്കുകയും ചെയ്തു. ആ കുട്ടിയാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. വജാഅ ബിഹാ മിനശ് ശാമി ഇലൽ മക്ക. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിറന്നതിന് ശേഷം അവർ രണ്ടുപേരെയും കൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മിസ്ർ വിടുകയാണ്. ഷാമിൽ നിന്നും മക്കയിലേക്ക് വരികയാണ്. ഷാമിൽ നിന്ന് ഹാജറ ബീവിയെയും അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ട് മക്കയിലേക്ക് വന്നു. വതറകഹാ ഹുനാക ബിഅംരില്ലാഹി ഹൗല മഹല്ലിൽ കഅബ. കഅബ സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ രണ്ടുപേരെയും ഉപേക്ഷിക്കുകയാണ്. സ്വന്തം ഭാര്യയെയും
ഒരുപാട് കൊല്ലക്കാലം പ്രാർത്ഥിച്ചു കിട്ടിയ സന്താനത്തെയും ഉപേക്ഷിക്കുകയാണ് പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വമഅഹ ഇബ്നുഹാ അസ്സഗീർ ഇസ്മായിൽ, അന്ന് ചോരക്കുട്ടിയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ചെറിയ പ്രായമാണ്. وكان وضع معها جرابا فيه تمر وسقاء فيه ماء, കുറച്ച് വെള്ളവും കുറച്ച് ഈത്തപ്പഴവും വെച്ചു കൊടുത്തിട്ട്, കുറച്ച് ഈത്തപ്പഴം മാത്രം ഭക്ഷിക്കാനുള്ളത് വെച്ചു കൊടുത്തിട്ട് സുമ്മവല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നടക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നും മിണ്ടുന്നില്ല. കുടിക്കാനുള്ള കുറച്ച് ദാഹം അകറ്റാനുള്ള വെള്ളമുണ്ട്, കുറച്ച് ഈത്തപ്പഴങ്ങളുണ്ട്, ഇത് വെച്ച് കൊടുത്തിട്ട് സുമ്മവല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നടന്നു. ഫസഅൽതുഹു കൈഫ തതറുകുനാ ഹാഹുനാ, ഇവിടെ ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് എവിടേക്കാണ് പോകുന്നത്? ഒരു മനുഷ്യനില്ലാത്ത, ഒരു ജീവിയില്ലാത്ത, ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? പലതവണ ആവർത്തിച്ച് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോഴും മറുപടിയില്ല. കാരണം മറുപടി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഒരു ഭാര്യയാണ്, തന്റെ സ്വന്തം ഇണയെയാണ് ഉപേക്ഷിച്ചു പോകുന്നത്. ഒരുപാട് കൊല്ലക്കാലം കാത്തിരുന്ന് കിട്ടിയ സന്താനത്തെയാണ് ഉപേക്ഷിച്ചു പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. അവസാനം ഹാജറ ബീവി ചോദിച്ചു, ആ അല്ലാഹു അമറക ബിദാലിക്, ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ, അല്ലാഹുവിന്റെ നിർദ്ദേശമാണോ എന്ന് ചോദിച്ചപ്പോൾ ഖാല നഅം, അദ്ദേഹം പറഞ്ഞു അതെ, അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാഹു എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു. ഖാലത്ത്, ആ സമയത്ത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദൻ, എങ്കിൽ ലാ യുദയ്യിഉനാ, അല്ലാഹു ഞങ്ങളെ കൈവിടുകയില്ല, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകും. ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയിലും, ഏത് വിഷമഘട്ടത്തിലും, ഏത് ദുഃഖത്തിലും നമുക്കുണ്ടാകേണ്ട, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില്ലിട്ട് സൂക്ഷിക്കേണ്ട വചനമാണ് ആ സമയത്ത് ഒരു പെണ്ണായ ഹാജറ ബീവിയുടെ, മഹദിയുടെ മനസ്സിൽ നിന്ന് വന്നത്, നാവിലൂടെ പുറത്തേക്ക് വന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ് എങ്കിൽ ഒരിക്കലും താങ്കൾ പേടിക്കേണ്ടതില്ല. ഇതെല്ലാം യുദയ്യിഉനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കൈവിടുകയില്ല എന്ന ഉറച്ച വിശ്വാസം. പ്രിയമുള്ളവരെ, പിന്നീട് അങ്ങോട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായമാണ്. അല്ലാഹുവിൽ വരമേൽപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫലം എന്താണ് എന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിൽ നമ്മൾ തവക്കുലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉപകാരം എന്താണ്, നേട്ടം എന്താണ് എന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹാജറ ബീവി ആരുമില്ലാത്ത ആ മണ്ണിൽ തനിച്ച് ഒറ്റക്കായിരിക്കുന്ന സമയം അല്ലാഹു കൂടെയുണ്ടല്ലോ. ഫന്തലഖ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹത്താ ഇദാ കാന ഇൻദ സനിയ ഹൈസു ലാ യറൗനഹു, ആരും കാണാനില്ലാത്ത, അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ഉപേക്ഷിച്ചു കൊണ്ടുപോയി. അങ്ങനെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു മലഞ്ചെരുവെത്തിയപ്പോൾ ഹാജറ ബീവിക്ക് തന്നെ കാണാൻ കഴിയുന്നില്ല, തനിക്ക് ഹാജറ ബീവിയെയും കാണാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രദേശത്തെത്തിയപ്പോൾ ഇസ്തഖബല ബിവജ്ഹിഹിൽ ബൈത, കഅബയിലേക്ക്, കഅബ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക്, ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ثم دعا بهؤلاء الدعوات, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു. ഫറഫഅ യദൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് കരങ്ങളും ഉയർത്തുകയാണ്. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഅ, ഒരു കൃഷിയില്ലാത്ത, ഒരു പച്ചപ്പില്ലാത്ത ഒരു താഴ്വാരയിൽ, ഒരു മരുഭൂമിയിൽ ഇതാ എന്റെ കുട്ടിയെ, എന്റെ ഇണയെ ഞാൻ താമസിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. നീണ്ട പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകാൻ, അള്ളാഹുവിന്റെ കൂട്ടുണ്ടാകാൻ, അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകാൻ, അള്ളാഹുവിന്റെ തണലുണ്ടാകാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നുപോയി. ആ വെള്ളത്തിന്റെയും, അഥവാ തനിക്ക് കഴിക്കാൻ വേണ്ടി ഒരൽപ്പം വെള്ളം ഇബ്രാഹിം നബി വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ സമീപത്ത്, ആ കാരക്കയുടെ ഈത്തപ്പഴത്തിന്റെ സമീപത്ത് ഹാജറ ബീവി അങ്ങനെ ഇരുന്നു. ഫലമ്മാ നഫദൽ മാഉ ദഹബതു തൻദുറു ലഅല്ലഹാ തജിദു അഹദൻ മിനൻ നാസി യസ്അഫുഹാ, അങ്ങനെ അവർ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, അവർക്ക് വിശക്കുമ്പോൾ അവർ ഈത്തപ്പഴം കഴിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുടിക്കാനുള്ള വെള്ളം കഴിഞ്ഞു പോയി.
ആകെ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം കഴിഞ്ഞു പോയി. ഈത്തപ്പഴം കഴിയുകയാണ്. കഴിക്കാനുള്ള ഭക്ഷണമില്ലാത്ത സാഹചര്യം. ഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആരെങ്കിലും കാണുമോ എന്ന് നോക്കുകയാണ്. പക്ഷേ ഒരാളെയും കാണാനില്ല. ഒരാളെയും ഒരു ജീവനും അവിടെ കാണാനില്ല. അപ്പോഴാണ് സഫയിൽ നിന്ന് മറവയിലേക്ക്, മറവയിൽ നിന്ന് സഫയിലേക്ക് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഓടുന്നത്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഓടുകയാണ് 7 തവണ. 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാജറ ബീവി വെള്ളം അന്വേഷിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ട് ഓടുകയാണ്. ഒരാളെങ്കിലും കിട്ടുമോ എന്ന ആ ഒരു ലക്ഷ്യത്താൽ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പക്ഷെ ഒരാളെയും കണ്ടില്ല. അവസാനം ഇതാ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ ഫഖാലത്ത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇൻകാന ഇൻദക ഖവാതും ഫഗിസ്നാ, നിന്റെ അടുക്കൽ എന്നെ സഹായിക്കാനുള്ള ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക്. ആ ശബ്ദം കേട്ടത് എന്തിന്റെ ശബ്ദമാണ്? ആരുടെ ശബ്ദമാണ്? അത് മനുഷ്യനാണോ വേറെ വല്ലതുമാണോ? ഇതൊന്നും ഹാജറ ബീവിക്ക് അറിയില്ല. ഒരു ശബ്ദം മാത്രമാണ് കേട്ടത്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇൻകാന ഇൻദക ഖവാതും ഫഗിസ്നാ, നിന്റെ അടുക്കൽ എന്നെ സഹായിക്കാൻ എന്തെങ്കിലും സഹായമുണ്ട് എങ്കിൽ എന്നെ സഹായിക്കണമെന്ന് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. വഹുവ സൗതു ജിബ്രീൽ, വഹുവ സൗതു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ശബ്ദമായിരുന്നു. ഫഹഫറ ബിഅഖ്ബിഹി മഹല്ല സംസം, ഇന്ന് സംസം കിണറുള്ള സ്ഥലമുണ്ടല്ലോ, ഇന്ന് സംസമുള്ള സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് അന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ചിറക് കൊണ്ട് കുത്തുകയാണ്. ഈ സംഭവം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളൊക്കെ ഇതിന്റെ റിവായത്തുകൾ കാണാം. ഫഹഫറ ബിഅഖ്ബിഹി മഹല്ല സംസം, ഇന്ന് സംസമുള്ള സ്ഥലത്ത് അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ചിറക് കൊണ്ട് കുത്തുകയാണ്. അഥവാ സംസമിന് വേണ്ടി കുത്തിയത്, സംസം കുഴിച്ചെടുത്തത് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഫജാശൽ മാഉ വജഅലത് തഹദുൽ മാഅ ഫീ സിഖാഇഹാ, വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പാത്രത്തിൽ ആ വെള്ളം പിടിക്കാൻ തുടങ്ങി. വസഅല അൻഹൽ ഖൗഫ് വശിദ്ദ, ഹാജറ ബീവിക്ക് ഒരു ദുഃഖമുണ്ടായിരുന്നു, ഒരു പ്രയാസമുണ്ടായിരുന്നു. കാരണം ഒരു ജീവൻ പോലും ഇല്ലാത്ത സാഹചര്യം, ഭക്ഷണം നിന്നുപോയ സാഹചര്യം, വെള്ളം നിന്നുപോയ സാഹചര്യം. അന്ന് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ചല്ലോ, ആ അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹുവിന്റെ കൽപ്പനയാണോ എങ്കിൽ താങ്കൾ പോയിക്കോ, അല്ലാഹു ഞങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല. ആ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഫലമാണിത്. സംസം വെള്ളം അന്ന് തുടങ്ങിയ ആ സംസം ഉണ്ടല്ലോ, ഇന്നും കോടാനുകോടി ആളുകൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആരംഭിച്ച ആ സംസം ഉണ്ടല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മണ്ണിൽ തന്റെ ചിറക് കൊണ്ട് കുത്തിയിട്ട് പുറത്തു വന്ന ആ സംസം ഉണ്ടല്ലോ, ഇന്നും കോടാനുകോടി ജനങ്ങൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൽ തവക്കുലാക്കി കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ്, നമ്മൾ അറിയാത്ത രൂപത്തിൽ, നമ്മൾ അറിയാത്ത വഴിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും എന്നതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഈ സംസം, മാഉ സംസം. വഅഖ്ബറഹാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന ഹാദൽ മഹല്ല സയുസ്ന ഫീഹി ഹാദൽ ഗുലാം വഅബൂഹു ബൈത ലില്ലാഹി അസ്സ വജല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഭാവിയിൽ ഈ സ്ഥലത്തുണ്ടല്ലോ, ഹാജറ ബീവിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, സയ്യിബുനാ, വഴിയെ നിർമ്മിക്കും. ആര് നിർമ്മിക്കും? ഈ കുട്ടിയുണ്ടല്ലോ, അഥവാ ചോരക്കുട്ടിയായി കിടക്കുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഈ കുട്ടിയും അതുപോലെ തന്നെ വാബൂഹു, ഈ കുട്ടിയുടെ വാപ്പയും കൂടി ബൈതൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഇവിടെ ഒരു വീട് നിർമ്മിക്കുമെന്ന് അന്ന് ഹാജറ ബീവിയോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. യഅനിൽ കഅബ, അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉദ്ദേശിച്ച ബൈത്തുള്ള കഅബയാണ്. വബശറഹാ ബിഹാദൽ ഖബറൽ അദീം, ഈ മഹത്തായ വാർത്ത അറിയിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയി. ഫമകസത് ഫീ ഹാദൽ മഹല്ലി തശ്റബു മിനൽ മാ, ആ വെള്ളം കുടിച്ച്, സംസം കുടിച്ച് മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അവിടെ കഴിച്ചു കൂട്ടി. ഹാജറ ബീവി സംസം കുടിക്കും, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം
പാല് കുടിക്കും. പാല് കുടിക്കുന്ന പ്രായമാണ്. ഉള്ള വെള്ളം വറ്റിപ്പോയപ്പോൾ കുടിക്കാൻ പാലില്ലാത്ത സാഹചര്യമാണ്. ആ വിഷമം കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത്. സംസം അല്ലാഹു കൊടുത്തു, വറ്റാത്ത ഉറവ് ജലം. ആ സംസം വെള്ളം ഹാജറ ബീവി കുടിക്കും. ആ മകനുണ്ടല്ലോ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം പിന്നെ ഉമ്മാന്റെ പാലും കുടിച്ച് അങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ജുർഹൂം ഗോത്രത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ, ഒരു സംഘം ആളുകൾ ആ നാട്ടിലൂടെ കടന്നു പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജുർഹൂം ഗോത്രത്തിൽ നിന്ന്, അവർ അറബികളാണ്, അവർ ആ നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർ വെള്ളം അന്വേഷിച്ചു കൊണ്ടുപോവുകയാണ്. എവിടെയെങ്കിലും താമസിക്കാൻ പറ്റുമോ എന്ന് അവർ അന്വേഷിച്ചു കൊണ്ടുപോവുകയാണ്. ആ യാത്രാ സംഘം നോക്കുമ്പോ ഇതാ ആകാശത്ത് പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നു. പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടപ്പോൾ ജുർഹൂം ഗോത്രത്തിന്റെ നേതാവിന് മനസ്സിലായി ഇവിടെ വെള്ളമുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ പക്ഷികൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത്. ആ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷികൾ, അതല്ലെങ്കിൽ വെള്ളം കുടിച്ച സന്തോഷത്തിലാണ് അവർ ഉള്ളത്. ആ യാത്രാ സംഘത്തിന്റെ ആളുകൾ കുറച്ചാളുകളെ അയക്കുകയാണ്. ഒന്നോ രണ്ടാളുകളെ, യാനി റസൂലൻ ഔ റസൂലൈൻ, ഒരു ദൂതനെ അതല്ലെങ്കിൽ രണ്ട് ദൂതന്മാരെ അയക്കുകയാണ്. ലിയന്ദുറ, എന്തിനു വേണ്ടി? വെള്ളമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ ആ രണ്ടുപേര് വന്നിട്ട് ഹാജറ ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിയെ കണ്ടു, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ കണ്ടു, വെള്ളവും കൊണ്ടു. അവർ തിരിച്ചു വന്നിട്ട് നേതാവിനോട് പറഞ്ഞു, ജുർഹൂം ഗോത്രത്തിന്റെ നേതാവിനോട് പറഞ്ഞു, അവിടെ നമുക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ട്, വെള്ളമുണ്ട്. വെള്ളം മാത്രമല്ല, ഒരു ഉമ്മയും മകനും അവിടെയുണ്ട് എന്ന വാർത്ത ആ നേതാവിനെ അറിയിച്ചു. ഹാജറാബിയുടെ സമീപത്തേക്ക് വന്നവർ എന്നിട്ട് അവിടെ ഇറങ്ങുകയാണ്. അനുവാദം ചോദിക്കുകയാണ്, ഞങ്ങളും ഇവിടെ താമസിച്ചോട്ടെ, ഇവിടെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം തരുമോ എന്ന് ജുർഹൂം ഗോത്രത്തിന്റെ നേതാവ് ചോദിക്കുമ്പോൾ ആ സമയത്ത് ഹാജറാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ താമസിക്കുന്നതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വെള്ളത്തിന്റെ അവകാശം പറഞ്ഞു വരരുത്. വെള്ളത്തിൽ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല. വെള്ളം നിങ്ങൾ ഇഷ്ടം പോലെ കുടിച്ചോ, പക്ഷെ വെള്ളം ഞങ്ങളുടേതാണ് എന്ന് അവകാശവാദം പറഞ്ഞു വരരുത് എന്ന് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അന്ന് അവരോട് പറഞ്ഞു. യാനി അഥവാ ലസ്തും അഹഖ ബിൽ മാൽ, നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. ഇന്നമാ ലക്കും ഫദ്ല, ഒരു ഫദ്ൽ നിങ്ങൾക്കുണ്ട്. അഥവാ ഞങ്ങളാണ് തുടക്കക്കാർ, ഈ വെള്ളത്തിന്റെ തുടക്കക്കാർ ഞങ്ങളാണ് എന്ന് നിങ്ങൾക്ക് പറയാം. അങ്ങനെയുള്ള ഒരു ഫദ്ൽ നിങ്ങൾക്ക് ജുർഹൂം ഗോത്രക്കാരെ ഉണ്ട് എന്ന് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അവരോട് പറയുകയാണ്. ഫഖാലു, അവർ പറഞ്ഞു, നഅം, അത് മതി, അത് മതി ഞങ്ങൾക്ക്. അങ്ങനെ ആ ജുർഹൂം ഗോത്രം അവിടെ താമസിക്കുകയാണ്. അവർ ആ പിന്നെ സംസം വെള്ളമുള്ള സ്ഥലത്ത്, ഇന്ന് കാബയുള്ള സ്ഥലത്ത്, അന്ന് ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും മകനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപേക്ഷിച്ചു പോയ ആ സ്ഥലത്ത് ജുർഹൂം ഗോത്രക്കാർ താമസം ആരംഭിച്ചു. അങ്ങനെ അവർക്കിടയിൽ ആ ഉമ്മയും ഒരാളായിക്കൊണ്ട് വളരുകയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു. അദ്ദേഹം അങ്ങനെ വളർന്ന് വളർന്നു വലുതായ അദ്ദേഹം ഒരു യുവാവായപ്പോൾ ആ ജുർഹൂം ഗോത്രത്തിൽ നിന്ന് അഥവാ അറബികളിൽ നിന്ന് അദ്ദേഹം ഒരു വിവാഹം കഴിക്കുകയാണ്. അവിടെ ഇറങ്ങിയ അവരുടെ കൂടെ താമസിക്കുന്ന ആ ജുർഹൂം ഗോത്രത്തിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പെണ്ണിനെ കെട്ടി. അങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് കുറെ കാലങ്ങൾക്ക് ശേഷം, ഇങ്ങനെ ദിവസങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞുപോയി. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്ന് പെണ്ണ് കെട്ടി. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. ആര്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു അതിഥിയായി ഇവർ അന്വേഷിച്ചു കൊണ്ട് വരികയാണ്. അങ്ങനെ എത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തിയപ്പോൾ ഒരു
പെണ്ണിനെ കണ്ടു. ആരാ പെണ്ണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജുർഹും ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിച്ച പെണ്ണാണ്. ഖദ് മാതത് ഉമ്മു ഇസ്മായിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോ ഹാജറ ബീവിയെ കണ്ടിട്ടില്ല. കാരണം ഖദ് മാതത് ഉമ്മു ഇസ്മായിൽ, ഇസ്മായിലിന്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഫസഅലൽ മർഅത ഐന ഇസ്മായിൽ. ആ വാപ്പ ചോദിക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, എവിടെ പോയി ഇസ്മായിൽ? ആ പെണ്ണ് മറുപടി പറഞ്ഞു, ഇന്നഹു ദഹബ യുസീദ്, വേട്ടയാടാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഫസഅലഹാ അൻ ഹാലിഹിം, എന്തൊക്കെ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ ഹാലെന്ന് പറയും, എന്താണ് നിങ്ങളുടെ സാഹചര്യം എന്ന് പറഞ്ഞപ്പോൾ ഫഖാലത്, ആ സമയത്ത് ആ പെണ്ണ് പറയുകയാണ്, അന്നഹും ഫീ ശിദ്ദ വഹാജത്തിൻ വദറൂറ, ഞങ്ങൾ പട്ടിണിയിലാണ്, ഞങ്ങൾ ദാരിദ്ര്യത്തിലാണ്, ഞങ്ങൾ കഷ്ടപ്പാടിലാണ്. ഇങ്ങനെ വിഷമങ്ങൾ പറഞ്ഞു, ഇല്ലായ്മകൾ പറഞ്ഞു. ഫഖാൽ ഇദാ ജാ ഇസ്മായിൽ, ഇങ്ങനെ വിഷമങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ അദ്ദേഹം പറയുകയാണ്, പിതാവ് പറയുകയാണ്, ഇബ്രാഹിം നബി പറയുകയാണ്, ഇസ്മായിൽ വന്നാൽ ഫഅഖ്ബിരി, നീ അവനെ അറിയിക്കണം, അൻ യുഗയ്യിറ അതബഹു ബാബാ, മുമ്പറത്തെ വാതിലുണ്ടല്ലോ, മുൻവാതിലുണ്ടല്ലോ, അത് മാറ്റിവെക്കാൻ പറയണം. അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മുന്നിലെ വാതിൽ മാറ്റിവെക്കാൻ വേണ്ടി ഇസ്മായിലിനോട് നീ പറയണമെന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയി. ഫലമ്മാ ജാ ഇസ്മായിൽ അഖ്ബർതു ബിർറജുൽ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നപ്പോ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന വാർത്ത, ഇത് വന്നത് ഇസ്മായിൽ നബിയുടെ വാപ്പയാണെന്ന് ആ ഭാര്യക്കറിയില്ല. അതുപോലെ തന്നെ ആ വന്നിട്ടുള്ളത് ഇബ്രാഹിം നബിയാണെന്ന് അറിയില്ല. ഫലമ്മാ ജാ ഇസ്മായിൽ അഖ്ബർതു ബിർറജുൽ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വേട്ട കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന വിവരം പറഞ്ഞു. ഫഖാല, ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അദ്ദേഹത്തിന്റെ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോ, അത് എന്റെ വാപ്പയാണ്, അത് എന്റെ വാപ്പയാണ്, അത് ആ വന്നത് എന്റെ ഉപ്പയാണ്. എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പിന്നെ ഭാര്യയോട് ചോദിക്കുകയാണ്. എന്റെ ബാപ്പ വന്നിട്ട് എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതേ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മുമ്പറത്തെ വാതിൽ മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിന്നോടുള്ള വേർപാടാണ്, നിന്നെ ഒഴിവാക്കാനാണ് എന്നോട് പറഞ്ഞത്, നിന്നെ ഒഴിവാക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിന്നെ ത്വലാഖ് ചെയ്യുകയാണ്. ആ ജുർഹും ഗോത്രത്തിൽ നിന്ന് ആദ്യം കെട്ടിയ പെണ്ണിനെ അപമര്യാദയായി കൊണ്ടൊരു മനുഷ്യനോട് പെരുമാറിയതിന്റെ പേരിൽ ബാപ്പയുടെ നിർദ്ദേശപ്രകാരം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ത്വലാഖ് ചെയ്യുകയാണ്. എന്താണ് ആ അപമര്യാദ എന്ന് നമുക്ക് തീർച്ചയായിട്ടും വരുന്ന വഴിയിലൂടെ മനസ്സിലാക്കാം. സുമ്മ തസവ്വജ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മിൻ സൗജത്തിൻ ഉഖ്റാ, അതേ ഗോത്രത്തിൽ നിന്ന് തന്നെ മറ്റൊരു പെണ്ണിനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ രണ്ടാമത്തെ ഭാര്യയുമായിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോ കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നു. വവജദൽ മർഅ, അപ്പോഴും ഈ പെണ്ണ് രണ്ടാമത്തെ ഭാര്യയെ കാണുകയാണ്. ഫസഅലഹാ അൻ ഹാലിഹിം, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, ഫദകറത് ഖൈറാ വഅസ്നത് ഖൈറാ, ഖൈറല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഖൈർ മാത്രമേ ഉള്ളൂ. ഖൈർ നൽകിയ അല്ലാഹ് വഅസ്നത് ഖൈറാ, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. രണ്ടാമത്തെ ഭാര്യയുടെ രണ്ടാമത് കെട്ടിയ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, അല്ലാഹു തന്ന ഖൈറല്ലാതെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല, ആ ഖൈർ നൽകിയ അല്ലാഹുവിനാണ് സർവ്വസ്തുതിയുമെന്ന് ആ പെണ്ണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. മാത്രമല്ല വതലബത്ത് മിൻഹുൽ ജുലൂസ്, ഇരിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി വന്ന് പറയുകയാണ്. വീട്ടിലേക്ക് കയറി വന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ആരാണെന്ന് എന്നറിയില്ല, എങ്കിൽ പോലും നിങ്ങളൊന്ന് കയറി ഇരിക്കൂ എന്ന മര്യാദ പറഞ്ഞു. അതുപോലെ തന്നെ തിന്നാൻ വേണ്ടി കൊടുത്തു, കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കയറി ഇരുന്നു, അവിടെ നിന്ന് വെള്ളം കുടിച്ചു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ഇസ്മായിൽ, ആ തിരിച്ചു പോകുന്ന സമയത്ത് ഇസ്മായിൽ എവിടെയാണ് എന്ന് ചോദിച്ചു.
ഇസ്മായിൽ അവിടെ പോയി എന്ന് ചോദിച്ചു. ഫഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, ഇന്നഹു ദഹബ യുസീദ്, വേട്ടയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ്, വേട്ടയാടാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഫഖാല, ഇബ്രാഹിം നബി പറഞ്ഞു, ഇദാ ജാഅ അഖ്രിഹു സലാം, അവൻ വന്നു കഴിഞ്ഞാൽ അഖ്രിഹു സലാം, സലാം പറയണം. ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവനോട് പറയണം. അതുപോലെ തന്നെ വാഹ്ബിരിഹി, അവനോട് അറിയിക്കണം, വാതിലുണ്ടല്ലോ, മുൻഡോറുണ്ടല്ലോ, അത് നീ ഉറപ്പിച്ചോ, ഈ ഡോർ തന്നെ മതി എന്ന് അവനോട് നീ പറയണമെന്ന് ആ പെണ്ണിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങിപ്പോയി. അങ്ങനെ വിവരങ്ങളെല്ലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ ഇസ്മായിൽ നബിയോട് ആ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആ വന്നത് എന്റെ ബാപ്പയാണ്. ആ ബാപ്പ എന്തെങ്കിലും ചോദിച്ചോ, എന്തെങ്കിലും നിന്നോട് ഉപദേശം നൽകിയോ? തീർച്ചയായിട്ടും മുമ്പത്തെ വാതിൽ ഉറപ്പിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അഥവാ എന്റെ ബാപ്പ പറഞ്ഞ വാക്കിന്റെ പൊരുൾ എന്താണെന്നറിയുമോ? നിന്നോടുമായിട്ടുള്ള ജീവിതം ഉണ്ടല്ലോ, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. നിന്നെയുമായിട്ട് മുന്നോട്ട് പോകണം, നിന്നെ അണയായിട്ട് എന്റെ ജീവിതത്തിൽ ഉറപ്പിക്കണം എന്നതാണ് എന്റെ ബാപ്പ എന്നോട് കൽപ്പിച്ചത് എന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഭാര്യയോട് പറയുകയാണ്. അങ്ങനെ അവർ സുഖകരമായി മുന്നോട്ട് പോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ഹാജറ ബീവിയുടെ ചരിത്രം, ഇതാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഇന്നും ഈ മനുഷ്യന്മാരെ ഈ ലോക ജനത ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ച പ്രയാസം ലോകത്തൊരാളും അനുഭവിച്ചിട്ടുണ്ടാവുകയില്ല. ഹാജറ ബീവി അനുഭവിച്ച പ്രയാസം ലോകത്തുനിന്ന് ജീവിക്കുന്ന ഒരു പെണ്ണും അനുഭവിച്ചിട്ടുണ്ടാവുകയില്ല. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ച പ്രതിസന്ധി ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരു അംശം പോലും അത്തരം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവുകയില്ല. അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, ഞങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നു. ഏത് പ്രതിസന്ധികളിലും അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അവർ ജീവിച്ചപ്പോ ഹാജിമാര് പോയല്ലോ, അവർ ഹജ്ജിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ കർമ്മങ്ങളും അവർ നിർവഹിക്കുമ്പോ, പ്രത്യേകിച്ച് സഫയിൽ നിന്ന് സഫയിലേക്ക് അവർ നടക്കുമ്പോ, ഓടുമ്പോ, ഹാജറ ബീവിയെ മറക്കാൻ അവർക്ക് സാധിക്കൂല, ഇസ്മായിൽ നബിയെ മറക്കാൻ അവർക്ക് സാധിക്കുകയില്ല. കൊല്ലം മാത്രമല്ല, എല്ലാ വർഷത്തിലും ഉംറയ്ക്ക് വേണ്ടി ലോക ജനത പോയിക്കൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യന്മാരെല്ലാം അവരുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബിയെ ഓർക്കാത്തൊരു ദിവസമില്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവിൽ തവക്കുലാക്കിയതിന് അല്ലാഹു നൽകിയ സമ്മാനമാണ്. ഇതിൽ നമുക്ക് പാഠമുണ്ട് ഉപ്പമാരെ, ഇതിൽ നമുക്ക് പാഠമുണ്ട് ഉമ്മമാരെ. അഥവാ എത്ര കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും, മാറാരോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടാലും, എത്ര കച്ചവടങ്ങൾ തകർന്നാലും, എത്ര സന്താനങ്ങളില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാലും, ഈ പ്രതിസന്ധിക്ക് നൽകിയത് എന്റെ അല്ലാഹു ആണ്. അല്ലാഹു എന്നെ പരീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധികൾക്ക് ശേഷം ഒരു എളുപ്പം അല്ലാഹു തരും എന്ന ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയാണ് നമ്മളറിയാത്ത വഴിയിലൂടെ അല്ലാഹു നമ്മളെ സഹായിക്കും. മാത്രമല്ല, തീർന്നിട്ടില്ല പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. ലോകത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത് ആരിൽ നിന്നാ? മഹാനായ ഇബ്രാഹിം നബിയുടെ മകൻ ആരാ? ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്മായിൽ നബിയുടെ മക്കളുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ജുർഹൂം ഗോത്രത്തിൽ നിന്ന് പെണ്ണ് കെട്ടി, രണ്ടാമത്തെ പെണ്ണിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടായി. ആ സന്താനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് അദ്നാന്റെ മകനായിട്ട് മഅദ് വന്നു. മഅദിന്റെ മകനായിട്ട് നിസാർ വന്നു. നിസാറിന്റെ മകനായിട്ട് മുദർ വന്നു. മുദറിന്റെ മകനായിട്ട് ഇല്യാസ് വന്നു. ഇല്യാസിന്റെ മകനായിട്ട് മുദരിക്ക ഉണ്ടായി. മുദരിക്കയുടെ മകനായിട്ട് ഹുസൈമ വന്നു. ഹുസൈമയുടെ മകനായിട്ട് കിനാന ഉണ്ടായി. കിനാനയുടെ മകനായിട്ട് നളർ
ഉണ്ടായി, നദറിന്റെ മകനായിട്ട് മാലിക് ഉണ്ടായി, മാലിക്കിന്റെ മകനായിട്ട് ഫിഹർ ഉണ്ടായി, ഫിഹറിന്റെ മകനായിട്ട് ഗാലിബ് ഉണ്ടായി, ഗാലിബിന്റെ മകനായിട്ട് ലുഐ ഉണ്ടായി, ലുഐന്റെ മകനായിട്ട് കഅബ് ഉണ്ടായി, കഅബിന്റെ മകനായിട്ട് മുറ ഉണ്ടായി, മുറയുടെ മകനായിട്ട് കിലാബ് ഉണ്ടായി, കിലാബിന്റെ മകനായിട്ട് ഖുസൈ ഉണ്ടായി, ഖുസൈന്റെ മകനായിട്ട് അബ്ദുൽ മനാഫ് ഉണ്ടായി, അബ്ദുൽ മനാഫിന്റെ മകനായിട്ട് ഹാഷിം ഉണ്ടായി, ഹാഷിമിന്റെ മകനായിട്ട് അബ്ദുൽ മുത്തലിബ് ഉണ്ടായി, അബ്ദുൽ മുത്തലിബിന്റെ മകനായിട്ട് അബ്ദുള്ള പിറന്നു, അബ്ദുള്ളയുടെ മകനായിട്ട് ലോകത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സമ്മാനിച്ചു. അല്ലാഹു അവർക്ക് നൽകിയ വലിയ സമ്മാനം ലോകത്തിന്റെ പ്രവാചകൻ ഇസ്മായിൽ നബിയുടെ മകനാ, ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളുടെ പരമ്പരയാണ് മഹാനായ അന്തിമനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. യഹൂദികൾക്ക് റസൂലുള്ളാഹിനെ അറിയാം, യഹൂദികൾക്കറിയാം, അഥവാ ബനൂ ഇസ്രായേലരായ ആളുകൾ, അവരാണല്ലോ യഹൂദികളായ ആളുകൾ. ഇന്നും ഇസ്ലാമിനോട് എന്താ വെറുപ്പ്? ഇന്നും ഇസ്ലാമിനോട് വെറുപ്പ്. എക്കാലഘട്ടത്തിലും എന്താ വെറുപ്പ്? ഇതാ പ്രശ്നം. അവർ കാത്തിരുന്നു മുഹമ്മദ് എന്ന പ്രവാചകൻ വരാനുണ്ട് എന്നവർക്കറിയാം, മുഹമ്മദ് എന്ന റസൂൽ വരാനുണ്ട് എന്നവർക്കറിയാം. അവർ കാത്തിരിക്കുകയായിരുന്നു. മുഹമ്മദ് റസൂൽ വന്നപ്പോ ഖുർആൻ പറഞ്ഞത് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ഏത് ആൾക്കൂട്ടത്തിനിടയിലും ഒരു പിതാവ് തന്റെ മകനെ തിരിച്ചറിയുന്നത് പോലെ, എത്ര ആയിരക്കണക്കിന് ആളുണ്ടായാലും നമ്മുടെ സ്വന്തം മകനെ നമ്മൾ തിരിച്ചറിയുമല്ലോ. ആ മകനൊരു വാപ്പ തിരിച്ചറിയുന്നത് പോലെ മുഹമ്മദ് റസൂലുള്ളാഹിയെ യഹൂദികൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന കാത്തിരിപ്പിലായിരുന്നു അവർ. ആ റസൂലുള്ള വന്നപ്പോ ഇതാ ഞങ്ങൾ കാത്തിരുന്ന നബിയാണ് വന്നിട്ടുള്ളത് എന്ന് അവർ തീർച്ചയായിട്ടും അവർക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ അവർ അംഗീകരിച്ചില്ല. എന്താ അംഗീകരിക്കാത്തത്? തന്റെ തലമുറയിലല്ല വന്നത്, ഇസ്രായേലല്ല വന്നത്. ഇസ്രായേൽ ആരാ? ബനൂ ഇസ്രായേൽ ആരാ? ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ പരമ്പര. അതാണല്ലോ ഇസ്രായേലർ. ഇസ്രായേലർ അതാണല്ലോ. ആ പരമ്പരയിലല്ല മുഹമ്മദ് റസൂലുള്ള വന്നത്. മുഹമ്മദ് റസൂലുള്ള വന്നത് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അഥവാ അറബികളിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത്. അന്ന് മുതലാണ് യഹൂദികൾക്ക് ഇസ്ലാമിനോട് തീരാത്ത വെറുപ്പ് ആരംഭിച്ചത്. ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പഠിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠങ്ങൾ ഉൾക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ, ഈമാനോടുകൂടി ജീവിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനേ. ഒരുപാട് രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അല്ലാഹ്. എല്ലാവർക്കും നീ ശിഫയും ആഫിയത്തും സിഹത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൻ നാസ് ഉസീകും ഇബാദല്ലാഹി സാനിയം ബിതഖ്വല്ലാഹ്. ദുൽഹിജ്ജ മാസം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഒരുപാട് പ്രാധാന്യം നിറഞ്ഞ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസമാണ് ദുൽഹിജ്ജ മാസം. ഇസ്ലാം പഠിപ്പിച്ച കർമ്മങ്ങളെല്ലാം ഒത്തുചേരുന്ന, എല്ലാം ഇസ്ലാം എന്തൊക്കെ ഇബാദത്തുകൾ ആരാധനകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ഒത്തുചേരുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജ. ദുൽഹിജ്ജയിലെ പോലെ എല്ലാ കർമ്മങ്ങളും ഒത്തുചേരുന്ന ഒരു മറ്റൊരു മാസം നമുക്ക് ഇസ്ലാമിക കലണ്ടറിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് അല്ലാഹു പവിത്രമാക്കിയ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമാക്കിയ ഈ മാസത്തെ പവിത്രമായി കാണാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ,
اللهم أجرنا من النار اللهم رب ارحمهما كما ربيانا صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أعز الإسلام والمسلمين ودمر أعداءك أعداء الدين اللهم انصر إخواننا المسلمين في كل مكان اللهم انصر إخوان المسلمين في فلسطين اللهم ارحمهم اللهم اغفر لهم ربنا تقبل منهم من شهدائهم يا رب العالمين ربنا تقبل منا من صيامنا وقيامنا وصلاتنا وكل من أعمال صالحاتنا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.